മാധ്യമപ്രവർത്തകർക്കെതിരെ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് SFI പ്രതിഷേധം നടത്തിയെന്ന് പറയുന്നവർ എന്തിനാണ് പ്രതിഷേധം നടത്തിയതെന്ന് കൂടി വ്യക്തമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 365 ദിവസം സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് ചാരിറ്റി പ്രവർത്തനം നടത്തിയാലും BJP തൃശൂരിൽ വിജയിക്കില്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ജനകീയ പ്രതിരോധ ജാഥയുടെ ഭാഗമായി തൃശൂർ രാമനിലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് SFI പ്രതിഷേധം നടത്തിയെന്ന് പറയുന്നവർ എന്തിനാണ് പ്രതിഷേധം നടത്തിയെന്ന് കൂടി വ്യക്തമാക്കണമെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ വിമർശിച്ചത്. ചാനൽ ജീവനക്കാരുടെ കുട്ടിയെ നിർത്തി വാർത്ത ചമയ്ക്കുകയായിരുന്നു. ഇക്കാര്യം പറയാൻ പലർക്കും മടിയാണെന്നും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടില്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഇത്തരം ആടിനെ പട്ടിയാക്കുന്ന പ്രചാര ശൃംഖല വ്യാജ രാഷ്ട്രീയത്തെ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പൊക്കെ എടുത്തിവെച്ച ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ആ കുട്ടിയെ മാറ്റി ചാനലിൻ്റെ തന്നെ പ്രവർത്തകയായ ഒരു കുടുംബാംഗത്തെ ഉൾപ്പെടുത്തി ഒരു വാർത്ത ചമക്കുകയാണ് ഉണ്ടായത്. SFI നടത്തിയ പ്രതിഷേധത്തെപ്പറ്റി പറയുമ്പോൾ ന്യായമായിട്ടും പറയേണ്ട ഒരു കാര്യം, എന്തിനാണ് പ്രതിഷേധിച്ചതെന്ന് പറയണ്ടേ? ഒന്നുമില്ലെങ്കിൽ അതെങ്കിലും പറയാനുള്ള മര്യാദ കാണിക്കേണ്ടിയാണ്. 365 ദിവസം സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് ചാരിറ്റി പ്രവർത്തനം നടത്തിയാലും വിജയിക്കില്ല. ചാരിറ്റിയും രാഷ്ട്രീയവും രണ്ടാണ്. ചാരിറ്റിയെ രാഷ്ട്രീയ പ്രവർത്തനമാക്കരുത്. ചാരിറ്റിയെ രാഷ്ട്രീയമായി ഉപയോഗിച്ചാലും BJPക്ക് തൃശൂരിൽ ജയിക്കാനാകില്ല. RSSുമായി സംവാദത്തിന് CPM തയ്യാറാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിൽ ചർച്ചയാകാം. എന്നാൽ RSS ജമാഅത്തെ ഇസ്ലാമി ചർച്ചയിൽ ആശങ്കയുണ്ട്. രണ്ട് വർഗീയ കക്ഷികൾ തമ്മിലുള്ള ചർച്ചയിലൂടെ വർഗീയത ശക്തിപ്പെടുക എന്നതിലാണ് ഉത്കണ്ഠയെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.